പെൺകുട്ടികളുടെ സിന്ദൂരം മായ്ച്ചവരെ നമ്മൾ ഈ ഭൂമുഖത്ത് നിന്ന് മായ്ച്ചു എന്നുള്ളത് അത് ഇന്ത്യക്ക് പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദി കൊടുക്കുന്ന ഒരു അഷുറൻസ് ആണ്. അതായത് നമ്മുടെ നാട്ടിലേക്ക് വന്ന് ഭീകരർ ഇല്ലാതാക്കിയത് 26 കുടുംബങ്ങളിലെ ഗൃഹനാഥന്മാരെയാണ്. അപ്പോൾ ആ പെൺകുട്ടികളുടെ നെറ്റിയിലെ സിന്ദൂരം മായ്ച്ചവരെ ഈ ഭൂമുഖത്ത് നിന്ന് മായ്ക്കും എന്നതാണ്. ആ മണ്ണിൽ പോയി തിരിച്ചടിക്കുമെന്ന് പറഞ്ഞു, മണ്ണോട് ചേർത്തു ഭസ്മമാക്കുകയാണ് ഭീകരരെ ചെയ്തത്. ആ ഭീകരരെ ഞങ്ങൾ കാലപുരിക്കയച്ചു എന്നതാണ് പ്രധാനമന്ത്രി ഉപയോഗിച്ച വാചകം. അതേസമയം തന്നെ പാകിസ്ഥാൻ ഈ തിരിച്ചടിക്ക് ഭീകരർക്കെതിരെ കൊടുത്ത തിരിച്ചടിക്ക് പാകിസ്ഥാൻ സൈന്യത്തെ വിട്ട് തിരിച്ചടിക്കാൻ തുനിഞ്ഞപ്പോൾ ഇന്ത്യ എന്ത് ചെയ്തു? ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന ആയുധങ്ങളെല്ലാം നശിപ്പിക്കുക മാത്രമല്ല, ആയുധങ്ങൾ അതായത് ഫൈറ്റർ വിമാനങ്ങളടക്കം എവിടെ നിന്നാണോ തൊടുത്തുവിട്ടത് ആ തൊടുത്തുവിട്ട കേന്ദ്രമടക്കം പാകിസ്ഥാന്റെ 20% ഇൻഫ്രാസ്ട്രക്ചർ ഇതിനകം തന്നെ നശിപ്പിച്ചു കഴിഞ്ഞുവെന്ന് DG-മാരുടെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതിനെ എൻഡോഴ്സ് ചെയ്യുകയാണ് പ്രധാനമന്ത്രി ഇവിടെ ചെയ്തത്. അതോടൊപ്പം തന്നെ ചർച്ചയ്ക്കായി ഞങ്ങൾ മാധ്യസ്ഥം വഹിക്കാം, നമുക്ക് വ്യാപാരമൊക്കെ സ്മൂത്താക്കാമെന്ന് പറഞ്ഞ വാഷിംഗ്ടൺ DC-യിൽ ഇരുന്ന് പറഞ്ഞ ഡൊണാൾഡ് ട്രംപിനുള്ള മറുപടിയുമുണ്ട് ഇതിൽ. ഭീകരവാദവും ചർച്ചയും എല്ലാം കൂടി ഒന്നിച്ചു വേണ്ട, ഇവിടെ ഒരു ചർച്ചയും നടക്കാൻ പോകുന്നില്ല, ആദ്യം ഭീകരത അവസാനിപ്പിക്കുക, ആ ഭീകരത അവസാനിപ്പിക്കുമ്പോൾ മാത്രമായിരിക്കും ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിക്കുക എന്നതും അദ്ദേഹത്തിന്റെ ഒരു സ്ട്രോങ് സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്.